Magnetic field due to a solenoid. Ampere circuit lode രണ്ടാമത്തെ application. Ampere circuit ൽ ഒന്നുകൂടെ ഓർക്കാം. Closed integral B dot dl is equal to mu 0 times the current flowing through the conductor. Mu 0 permeability, I the current flowing through the conductor. dl Amperian loop in the current element ആണ്. Dot product നെ expand ചെയ്യാൻ അറിയാം. Closed integral B dl dot product നെ expand ചെയ്യുമ്പോൾ cos theta is equal to mu 0 times current flowing through the conductor. Here the conductor is solenoid. Solenoid എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. അടുത്ത രണ്ടെണ്ണം നമുക്ക് പഠിക്കാനുള്ളത് one is solenoid and the other is toroid. നിങ്ങൾ ഫിഗറിൽ കാണുന്ന പോലെ കമ്പി ചുരുളിനെയാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ആ ചുരുളിൻ്റെ രണ്ടറ്റങ്ങളുടെ ചേർത്ത് വെക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ടൊറോയിഡ്. ഇപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഈ സോളിനോയിഡിലൂടെ കറണ്ട് ഒഴുകുകയാണെങ്കിൽ അതിനകത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എന്തുമാത്രം മാഗ്നിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി അതുവഴി കറണ്ട് ഒഴുകുമ്പോൾ വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ഹൗ ഈസ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഫീൽഡ് ലൈൻസ്, അതാണ് ഈ ഫിഗർ കാണിക്കുന്നത്. അതിലൂടെ ഒഴുകുന്ന കറണ്ടിന് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വെച്ചിട്ടാണ്. ലൈൻസ് വരച്ചിട്ടുണ്ട് അല്ലേ, ആരോസ് ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. മുകളിലും കുറച്ച് സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്. ദിസ് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ്. സോ ഇൻ ഓർഡർ ടു അപ്ലൈ ദിസ് ആംപിയർ സർക്യൂട്ടൽ ലോ വി ഹാവ് ടു ഇമാജിൻ ആൻ ആംപേറിയൻ ലൂപ്പ്. അപ്പോൾ ഒരു ആംപേറിയൻ ലൂപ്പ് ഇതിനകത്ത് നമുക്ക് ഇമാജിൻ ചെയ്യണം. ഇതിനകത്ത് ഇമാജിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗം സോളിനോയിഡിനകത്തും മറ്റു കുറച്ച് ഭാഗം സോളിനോയിഡിന് പുറത്തുമായിട്ട് ഇമാജിൻ ചെയ്യണം. അപ്പം അങ്ങനെ നമുക്കൊരു ഫിഗർ എടുക്കാം. ലെറ്റ് ദിസ് ഇസ് ദ സോളിനോയിഡ്, കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ്. ഇങ്ങനെ കറണ്ട് ഒഴുകുന്ന സോളിനോയിഡ് ആണെന്ന് വിചാരിക്കുക. ഇതിൽ ഞാൻ ആംപെയർ സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ആംപേറിയൻ ലൂപ്പ് ഇമാജിൻ ചെയ്യുന്നു. ലെറ്റ് ഇറ്റ് ബി ഓഫ് എ റെക്ടാങ്കുലർ ലൂപ്പ് ആൻഡ് ഇമാജിൻ ദാറ്റ് കുറച്ച് പോർഷൻ റെക്ടാങ്കിളിൻ്റെ കുറച്ച് പോർഷൻ സോളിനോയിഡിനകത്തും ബാക്കിയുള്ള പോർഷൻ സോളിനോയിഡിൻ്റെ പുറത്തുമാണെന്ന് ഇമാജിൻ ചെയ്യുക. ലെറ്റ് ദ റെക്ടാങ്കിൾ ഹാവ് ദ സൈഡ്സ് എ ബി സി ആൻഡ് ഡി. ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ എടുത്തു. ഇതിൽ നമ്മൾ ആംപെയർ സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്യണം. ഇക്വേഷൻ നമുക്കറിയാം. ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു mu 0 ടൈംസ് ഐ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ ആണ്. ഇവിടെ നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ലെറ്റ് ബി ഇമാജിൻ ഇറ്റ് ടു ബി സ്മോൾ ലെറ്റർ എൽ. ഇവിടെ നമ്മുടെ ആ ഡോട്ട് പ്രോഡക്റ്റ് വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ബി വാല്യൂ ആൻഡ് കറണ്ട് എലമെൻറ്റ്. സോളിനോയിഡും അതിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടു, ഫിഗർ നമ്മൾ കണ്ടു. മാഗ്നറ്റിക് ഫീൽഡും അവിടെ ഉണ്ടാകുന്ന കറണ്ട് എലമെൻറ്റുമായിട്ടുള്ള ആംഗിൾ എത്രയാണെന്ന് നോക്കാം. ഇവിടെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് 90 ഡിഗ്രി അല്ലേ. ഈ ഇങ്ങോട്ടുള്ളതുമായിട്ടുള്ള ഡയറക്ഷൻ 90. സോ ഈ ലൈൻ ആണെങ്കിലും ഈ സൈഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് 0, തീറ്റ ഇസിക്കൽ 0 ഡിഗ്രി. അപ്പം നമുക്ക് പറയാം ഈ രണ്ട് സൈഡ്സിൽ എ ബിയിലും സി ഡിയിലും തീറ്റയുടെ വാല്യൂ യു ക്യാൻ സേ 0. ഇവിടെ രണ്ടിടത്ത് തീറ്റയുടെ വാല്യൂ 0 ആണ്. പക്ഷെ ഈ രണ്ട് സൈഡ്സിൽ, ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിൽ എ ഡി ആൻഡ് ബി സി ദ വാല്യൂ ഇസ് 90 ഡിഗ്രി. അതായത് നമുക്ക് ആ രണ്ട് സൈഡ്സ് നോക്കേണ്ട കാര്യമില്ല എന്നാണ് അർത്ഥം. ഈ റെക്റ്റാങ്കിളിൻ്റെ എല്ലാ സൈഡ്സിലും ഈ തിയറം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ആസ് ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ എ ടു ബി ഡോട്ട് ഡി എൽ പ്ലസ് ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ടു സി ബി ഡോട്ട് ഡി എൽ പ്ലസ് ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ സി ടു ഡി ബി ഡോട്ട് ഡി എൽ. ഈ ഒരു സൈഡ് കൂടെ ഉണ്ട് അല്ലേ, 4 സൈഡാണ്. പ്ലസ് ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഡി ടു എ ബി ഡോട്ട് ഡി എൽ. That is equal to mu 0 times I, current flowing through the conductor. ഇതിൽ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് തീറ്റയുടെ വാല്യൂ 90 വരുന്ന രണ്ട് സൈഡ്സ് നമുക്ക് കിട്ടി, ഓപ്പോസിറ്റ് സൈഡ്സ് നമുക്ക് കിട്ടി. അത് രണ്ടും ആ രണ്ട് വാല്യൂസ് നമുക്ക് 0 ആണെന്ന് പറയാം. ഈ രണ്ട് സൈഡ്സിൻ്റെ വാല്യൂ 0 ആണ്, മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. മറ്റ് രണ്ട് സൈഡ് എടുക്കുക. ഈ രണ്ട് സൈഡിൽ നമുക്ക് ഫിഗറിൽ നോക്കാം
മാഗ്നറ്റിക് ഫീൽഡ് നിൽക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. പുറത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂവും 0 ആണ്. സോ നെറ്റ് എഫക്റ്റിൽ എ ബി എന്ന് പറയുന്ന ഒരു സൈഡിലെ മാത്രം മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി ഈ കേസിൽ. ഇങ്ങനെയാണ് നമ്മൾ ഫിഗർ എടുക്കുന്നതിൽ. സോ യു ക്യാൻ സിംപ്ലിഫൈ ദാറ്റ് ആസ്, എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എ ടു ബി ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു mu0 times the current flowing through the conductor. ഇനി ഇതിനകത്ത് നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സങ്കല്പമുണ്ട്. ഈ ചുരുളുകളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ഒരുപാട് ചുരുളുകൾ ചേരുന്നതാണ് സോളിനോയിഡ് നമ്മൾ കണ്ടു. 5 ആവാം, 10 ആവാം, 100 ആവാം, 1000 ആവാം, 5000 ആവാം, ഡിപ്പെൻഡ്. സോ അതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യാം be the number of turns. Capital letter N be the total number of turns. ഇനി നമ്മൾ അതിൽ തന്നെ ഒരു റെക്ടാങ്കുലർ പോർഷനെ എടുത്തുള്ളൂ, കൊച്ചൊരു പോർഷനെ എടുത്തിട്ടുള്ളൂ. സോ ലെറ്റ് n be the small letter n be the number of turns per unit length. n നമ്പർ ഓഫ് 1000 നമ്പർ ചുറ്റുകളാവാം. 1000 നമ്മൾ ഈ ആംപേരിയൻ ലൂപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതിനിടയിലുള്ളൊരു സ്മോൾ സ്കെയിലിൽ ഒരു സ്മോൾ പോർഷനിലാണ് നമ്മൾ ആംപെയർ സർക്യൂട്ട് ലോ അപ്ലൈ ചെയ്തത്. സോ ലെറ്റ് സ്മോൾ ലെറ്റർ എൻ ബി ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. നമ്മൾ എടുത്ത ലെങ്ത് പ്രകാരം ഉള്ള ചുറ്റുകളുടെ എണ്ണം എന്നാണെന്ന് വിചാരിക്കുക. ഓർ യു ക്യാൻ റൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ എൻ എസ് എൻ ഇൻറ്റു എൽ. ഇവിടെ ഐ കറണ്ട്, ഒരു ചുറ്റിലൂടെ ഒഴുകുന്ന കറണ്ടാണ് ഐ കറണ്ട്. n number of ടേൺസിലൂടെ ഒഴുകുന്നത് n into n. or n can be replaced by small letter l also. b പുറത്തെടുത്തു, a to b ഡോട്ട് പ്രോഡക്റ്റ് നമ്മുടെ പോയി 0 ആയി, is equal to mu0 I n l. ഇനി ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇവിടെ ഡി എൽ. ഡി എൽ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ സൈഡിൻ്റെ ലെങ്ത് നമ്മൾ പറഞ്ഞു ലെറ്റ് എൽ ബി ദ length of the side. So you can write the equation as dl is equal to mu0 I n l. l എല്ലാം cancel ആയി. d is equal to mu0 n I, where n എന്താണെന്ന് ഓർത്തോണം? n is the number of turns per unit length. This is the expression for magnetic field due to a current carrying solenoid.